ഹായ് ഓൾ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും കാത്തിരുന്ന ഞങ്ങളുടെ ഫൈനൽ ഇയർ ഐവി ഞങ്ങൾക്ക് കിട്ടി. 3 ഡേ ഐവി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഹാഫ് ഡേ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐവി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഹാഫ് ഡേ ക്ലാസ്സിന് സമയത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ലഗേജൊക്കെ ആയിട്ട് വന്നു. ലഗേജെല്ലാം നമ്മൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ കയറി. പഠിപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് അറ്റൻഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എന്നിട്ട് നമ്മൾ ക്ലാസ്സിന് ശേഷം നമ്മൾ ഹോസ്റ്റലിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി. ഏകദേശം ഒരു 4:30 കൂടി അവിടെ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അങ്ങോട്ട് ബസ്സിൽ കയറണതിന് മുന്നേയും ബസ്സിൽ കയറിയിട്ടും ഒക്കെ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ചെന്നിറങ്ങിയത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 അവറോളം നേരത്തെയാണ് ചെന്നത്. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ചായക്കട കണ്ടുപിടിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കാമെന്ന് ഓർത്തു. പിന്നെ നമുക്ക് ഓൾറെഡി ഡിന്നറും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ആയിരുന്നു കഴിച്ചിട്ട് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഡിന്നറായിട്ട് ചപ്പാത്തിയും വെജ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചു. പിന്നെ ട്രെയിൻ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ട്രെയിനിൽ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് കയറിയിരുന്ന് ബാഗൊക്കെ വന്ന് വെച്ച് ഊണോ കളിക്കാൻ വേണ്ടി ഊണോ കാർഡൊക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ മിസ്സിനെ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും കൂടി മിസ്സിൻ്റെ അടുത്ത് വരുന്ന വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങിരുന്നു. അങ്ങനെ എപ്പോഴോ സംസാരിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെയായപ്പോൾ കഴിഞ്ഞ ഐവിക്ക് പോയ അതേ അവസ്ഥ. ടെസ മാത്രം എഴുന്നേറ്റിരിക്കുക. ഭയങ്കര മടിയായിരുന്നു ടെസയ്ക്ക്. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ എത്താറായിരുന്നു. 8 മണിക്ക് രാവിലെ എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ട്രെയിൻ ഓൾറെഡി കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ നമ്മളവിടെ എത്തി. ബാംഗ്ലൂരാണ് നമ്മൾ ഇറങ്ങിയത്. ബാംഗ്ലൂർ ഇറങ്ങി പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ പെട്ടെന്ന് ഒന്ന് ഡ്രസ്സ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബസ്സിൽ കയറി നമ്മൾ പറഞ്ഞിരുന്ന സ്ഥലത്തെത്തി. പിന്നെ അവിടെ നമ്മൾ നേരെ റെഡിയായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഒട്ടും ടൈം വൈകിച്ചില്ല. അറിയാമല്ലോ, ബാംഗ്ലൂരിലെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നു. പിന്നെ ഓൾറെഡി ട്രെയിൻ ഡിലേയും കൂടി ആയിരുന്നു. അങ്ങനെ ചെറിയൊരു ട്രാഫിക്കൊക്കെ കിട്ടി. നമ്മൾ ബാംഗ്ലൂർ വണ്ടർലയായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. അപ്പോൾ നമ്മളവിടെ എത്തി. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വണ്ടർലയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയ സമയത്ത് നമ്മൾ നവരാത്രിയുടെ ഒരു ടൈമിലാണ് പോയത്. അന്നേരം അതുകൊണ്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഒരു നവരാത്രി തീമിൽ ബേസിസിലായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ലോക്കർ റൂം കിട്ടിയിരുന്നു. അപ്പോൾ ലോക്കർ റൂമിൽ കൊണ്ടുപോയി ബാഗും സാധനങ്ങളൊക്കെ വെച്ചു. എന്നിട്ട് നമ്മൾ നേരെ ഒരു റൈഡിൽ കയറാൻ വേണ്ടി ചെന്നു. ഞങ്ങൾ ചെന്ന ടൈമിൽ നല്ല വെയിലായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അകത്ത് കയറി ഫസ്റ്റ് തന്നെ നമ്മൾ റോളർ കോസ്റ്ററിലോട്ടാണ് പോയത്. റോളർ കോസ്റ്ററിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയും കാറ്റുമായി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെള്ളം നനഞ്ഞുകൊണ്ട് എല്ലാ റൈഡും വർക്കിംഗ് അല്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്കി റൈഡുകളിലെല്ലാം കയറി. പിന്നെ ഇൻഡോർ റൈഡുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ബാംഗ്ലൂർ വണ്ടർലയുടെ ഐക്കോണിക് സാധനമായ മിഷൻ ഇൻ്റർസ്റ്റെല്ലാർ. അതിനെപ്പറ്റി പറയാൻ ഒരു രക്ഷയില്ല. നമ്മുടെ വേൾഡിൻ്റെ പല ഡൈമെൻഷൻസ് നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് കണ്ട പോലെ തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ വെള്ളത്തിൻ്റെ ഇതൊക്കെ കുറഞ്ഞ് മഴയുടെ സംഭവങ്ങളൊക്കെ മാറി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നേരെ റോളർ കോസ്റ്ററിൻ്റെ അങ്ങോട്ട് പോയി. റോളർ കോസ്റ്ററിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഒന്നും പറയാനില്ല. കാരണം നമ്മൾ റോളർ കോസ്റ്ററിൽ കയറിയിട്ട് പിന്നെ ഏത് റൈഡിൽ കയറിയാലും ആ ഒരു ഫീൽ വരില്ല. എന്താ പറയുക, നമ്മൾ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം കിട്ടണമെങ്കിൽ നമ്മൾ റോളർ കോസ്റ്ററിൽ തന്നെ കയറണം. ഈ ഒരു റൈഡ് കയറുന്ന ടൈമിൽ നമ്മൾ ഓർത്തു ഇത് 360 കറങ്ങി പോകുന്നു. പക്ഷേ ഇത് 180 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം വാട്ടർ റൈഡ്സിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വാട്ടർ റൈഡ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങില്ലായിരുന്നു. നമ്മൾ എത്ര റൈഡിൽ കയറിയിട്ട് നമുക്ക് ഇനിയും കയറണമെന്നുണ്ടായിരുന്ന കുറേ റൈഡുകളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. നമ്മളോട് 6 മണിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും റൈഡിൽ നിന്നെല്ലാം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആയി. പിന്നെ നമ്മൾ നേരെ പോയി ഫ്രഷ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പോൾ അവിടെ ചെറിയ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോ എന്നോർത്തുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഓൾറെഡി നമുക്ക് വേറെ സ്ഥലത്ത് ഡിന്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വണ്ടർലയിൽ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിങ്ങിനും നമ്മൾ നൈറ്റ് ലൈഫിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ടല്ലോ ബാംഗ്ലൂർ, നമ്മൾ റീലിലൊക്കെ കാണുന്ന പോലെ. അവിടെയൊക്കെ പോയി. അപ്പോൾ എല്ലാ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കടകളൊക്കെ അടച്ചായിരുന്നു. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സോ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.